എന്താ വേണ്ടേ? പഴത്തിന് എന്താ വില? 80 പൈസ. സോറി. ആപ്പിളിന് ആപ്പിൾ കിലോ 30 രൂപ. 30 രൂപ ലാഭം. ഓറഞ്ചിനാ 32.50. എത്ര വേണം? ഓപ്പൺ ചെയ്. ഓപ്പൺ. എത്രയായി മൊത്തം? എല്ലാം കൂടെ എഴുതി കൂട്ടൂ. 16.50. ഒരു കാര്യം ചെയ്യൂ, ഈ ഫ്രൂട്ട്സ് എല്ലാം ഓരോ കിലോ വീതം എല്ലാ ഐറ്റവും പാക്ക് ചെയ്തോളൂ. വണ്ടി എടുക്കേ. പൈസ വിഘ്നേശ്വര, തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതേ സ്വാമി. വേറെ ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ അഭയം പ്രാപിക്കുന്നത്. ബലമുണ്ട്. വേണ്ട, വലതുകാലം വെച്ച് എന്നെ കയറാം. മരണശേഷം സ്വർഗത്തിൽ പോകാനുള്ളതല്ലേ. ഹലോ ഹലോ. നാളെ വരാനല്ലേ പറഞ്ഞത്? നാളെയോ? അതെ, നാളെ കാശ് റെഡിയാവും. രാവിലെ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് തരാം കേട്ടാ. ഏത് കാശ്? അപ്പൊ ഞാൻ കാശ് കൊടുക്കാനുള്ള പാർട്ടീസ് ആരും പറഞ്ഞു വിട്ടതല്ലേ? അല്ല. അത് ശരി. ഇറങ്ങണ വെളിയില്. മനുഷ്യന് മനസ്സമാനത്തോടെ മരിക്കാനും സമ്മതിക്കില്ലേ? എന്റെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിനകത്തേക്ക് കിടക്കാൻ തന്നോട് ആര് പറഞ്ഞു? എടോ, ഒരാൾ ചാകാൻ പോകുമ്പോ അനുവാദം ചോദിച്ചിട്ട് ആരെങ്കിലും രക്ഷിച്ച ചരിത്രമുണ്ടോ? I say you get out. ചൂടാവാതെ സുഹൃത്തെ. മരിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ പട്ടാപ്പകല് കെട്ടിത്തൂങ്ങിച്ചാവണോ? വേറെ എത്രയോ നല്ല എളുപ്പമാർഗങ്ങളുണ്ട്. കണ്ണും തള്ളി നാവും കടിച്ച് ഇങ്ങനെ കെട്ടിത്തൂങ്ങി കിടക്കുന്ന കാണാൻ തന്നെ വൃത്തികളല്ലേ? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലതാ. എനിക്ക് മരിച്ചേ പറ്റൂ. എടോ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ആത്മഹത്യയാണെങ്കിലേ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഇപ്പൊ തന്നെ ഒരു 50 തവണ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പിന്നെ മരിക്കണമെന്ന് തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ആയിക്കോ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. തൂങ്ങിച്ചാവാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം അറിഞ്ഞാൽ താൻ ഇവിടുന്ന് പോകണോ? ആ, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ പറയുന്നില്ല. തൂങ്ങിച്ചാവടോ, ഞാൻ ഇവിടെ തടസ്സമാവുന്നില്ല. കേറ്, കുരുക്കിട്ടിരിക്കില്ലേ? കേറ്, കേറണോ? ഞാൻ ഇവിടെ സഹായിക്കാം. കുടിക്ക്. ഇപ്പോ ടെൻഷനൊക്കെ മാറിയില്ലേ? ഇനി പറ, എന്താ തന്റെ പ്രശ്നം? പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കടം. ഇതാണോ കാര്യം? ഈ പറഞ്ഞതൊക്കെ സർവ്വസാധാരണല്ലേ. ഇതൊന്നും ഇല്ലാത്തവൻ ഒരു ശരാശരി ഇന്ത്യൻ പൗരനല്ല. അതുമാത്രമല്ല, വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. എന്താ അത്? അത് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. മരിക്കുന്നത് വരെ ആ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ചാകാൻ പോകുന്നവന് ഇനി എന്ത് രഹസ്യം? തനിക്ക് എന്റെ അവസ്ഥ അറിയോ? ഏത് കൊലക്കൊമ്പനെയും തളയ്ക്കുന്ന
പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പാന്മാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ ഞാൻ. എന്റെ അച്ഛൻ പാപ്പാൻ, അപ്പൂപ്പൻ പാപ്പാൻ, അപ്പൂപ്പന്റെ അച്ഛൻ പാപ്പാൻ, പരമ്പരാഗതമായിട്ട് പാപ്പാൻ ഫാമിലിയാണ് ഞങ്ങള്. പക്ഷെ എന്റെ സുഹൃത്തെ, എനിക്കിതിലൊന്നും ഒരു താല്പര്യവും വിശ്വാസമില്ല. BSc പാസ്സായ ഞാൻ ഒരു ആനപ്പാപ്പാനായി ജോലി ചെയ്യാന്ന് വെച്ചാല് എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേന്നമംഗലത്തൊരു പാപ്പാനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വീട്ടിൽ വന്നത്. അച്ഛനാണെങ്കിൽ ഒരേ നിർബന്ധം, ഞാൻ ഉടനെ അവിടെ ചെന്ന് പാപ്പാനായിട്ട് ചാർജ് എടുക്കണമെന്ന്. സാധ്യമല്ല എന്ന് പറഞ്ഞ അപ്പം തന്നെ ഞാൻ നാട് വിട്ടു. 2 ദിവസമായി സുഹൃത്തെ ഞാൻ ഈ പട്ടണത്തിൽ വന്ന് പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പിടിച്ചുപറിക്കാരനായി. പോട്ടെ, സാരമില്ല. ചേന്നമംഗലത്തെ മുല്ലയ്ക്കൽ തറവാട്ടിലെ ആനയുടെ ചവിട്ടും തൊഴിയും കൊള്ളുന്നതിലും ഭേദമാ ഈ ജീവിതം. ഏത് തറവാടെന്നാ പറഞ്ഞത്? മുല്ലയ്ക്കൽ തറവാട്. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി, നീ പിന്നെയും തൂങ്ങിച്ചാൻ തീരുമാനിച്ച? ഇല്ല. പിന്നെ ഈ പരിചയമില്ലാത്ത ആൾക്കാര് ആനയുടെ അടുത്ത് നിന്ന ആന ഉപദ്രവിക്കോ? കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. ഇത് വഹിക്കാനാണെങ്കിൽ പാദരാത്രിക്ക് എന്നെ വിളിച്ചുണർത്തിയത്. അല്ല, ഈ പാപ്പാമാരുടെ പണി റിസ്ക് ഉള്ള സംഭവമാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഏയ്, ഒരു റിസ്കും ഇല്ല. ചിലപ്പോ ഈ ആന പാപ്പാന്റെ തല ചവിട്ടി പൊട്ടിക്കും. വേറെ ചിലപ്പോ ആന കൊമ്പ് കൊണ്ട് കുത്തിക്കൊല്ലും. ഇനി അതുമല്ലെങ്കിൽ തുമ്പിക്കേക്ക് പിടിച്ച് നിലത്തടിച്ച് കൊല്ലും. അതൊക്കെ പാപ്പാന്റെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തേ? വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ. ഓ, ആന സ്നേഹമുള്ള ജീവിയാ. പിന്നെ അതിനെ ആരെയും വെറുതെ വിടില്ല. കുഞ്ഞുനാളോട്ടെ ആനകളോടും പാപ്പാമാരോടും എനിക്കൊരു പ്രത്യേക സ്നേഹ. അമ്പലങ്ങളിലൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു. എന്നാലും ഇത്രയും വലിയൊരു ജീവിയെ ഈ പാപ്പാമാരെങ്ങനെ മെരുക്കിയെടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതൊക്കെ മെരുങ്ങും, ചില ടെക്നിക്ക് ഉണ്ട്. വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ കിടന്ന് ഉറങ്ങ്. അർദ്ധരാത്രി ഇനി ആന മെരുക്കുന്ന കഥ പറയട്ടെ. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി, എന്ത്? ആനയ്ക്ക് എത്ര മർമ്മമുണ്ട്? ആനയുടെ നീ ഇവിടെ കിടന്ന് ഉറങ്ങ, ഞാൻ അപ്പുറത്തങ്ങനെ പോയി കിടന്നോളാം. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല രാത്രി. അപ്പൊ മർമ്മം ഇല്ലെന്നാണോ? ചില ആനയ്ക്കില്ല. ഞാൻ നിങ്ങളെ എല്ലാവരും കാണാൻ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. എല്ലാവർക്കും തരാനുള്ള കാശ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വന്നേ, പറയട്ടെ. വന്നേ. പാവം ഉറങ്ങിക്കോട്ടെ. വെളുപ്പിന് 3 മണിക്കുള്ള കുവൈറ്റ് ഫ്ലൈറ്റിലാവും വന്നത്. ആര്? ഒരു ലോഹിതാക്ഷന്റെ കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ? ഇല്ല. എന്നാ പറയാൻ വിട്ടുപോയതായിരിക്കും. എന്റെ ബാല്യകാല സുഹൃത്താ. കുവൈറ്റിലെ ഒരു വലിയ എണ്ണ കമ്പനിയിലെ മാനേജറാ. എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാനായിട്ടാവും വന്നിരിക്കുന്നത്. ഈ വക നമ്പറുകളൊന്നും ഞങ്ങളുടെ വേണ്ട. പോയി കാശെടുത്തോളൂ. ഞാൻ പറയുന്നൊന്നും വിശ്വാസമായിട്ടില്ലല്ലേ? ഈശ്വര, ഞാൻ ആരെ കൊണ്ടാ സത്യം ചെയ്യുക? ശരി, എങ്കിൽ നിന്റെ കൂട്ടുകാരനെ വിളിച്ചോണത്. മനസാക്ഷി ഉണ്ടോ ചേട്ടാ? യാത്രാ ക്ഷീണത്തോടെ വെളുപ്പിന് വന്ന് കിടന്നത് അവനെ ഞാൻ വിളിച്ചുണർത്തണം അല്ലേ? അതിനെന്നെ കിട്ടൂല. എന്റെ പൊന്നു ചേട്ടാ, കുവൈറ്റിൽ നിന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റുമായിട്ട് അവൻ വന്നിരിക്കുന്നത്. എങ്കിലാ ഡ്രാഫ്റ്റിംഗ് എടുക്ക്. വിട്ടിത്തം പറയാതെ ചേട്ടാ, ഡ്രാഫ്റ്റ് എന്റെ പേരില്ല. അത് നിങ്ങൾ എങ്ങനെ മാറിയെടുക്കുന്നത്? ഇന്ന് ഞായറാഴ്ച പോയി. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ബാങ്കിലോട്ട് പോയായിരുന്നു. ഏതായാലും ഇത്രയും ക്ഷമിച്ചില്ലേ, ഒരു 24 മണിക്കൂർ കൂടി എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കുക. അപ്പോ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എല്ലാവരും ഇവിടെ വേണ്ട ബാങ്കിലോട്ട് വന്നാ മതി. അയ്യോബി, നമുക്ക് ഒരുമിച്ച് DD മാറാം. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഇപ്പോഴാ ഓർത്തത്. ബെൻസൺ ആൻഡ് ഹെഡ്ജസ് പാക്കറ്റ് കണക്കിനാവും കൊണ്ടുവന്നിരിക്കുന്നത്. വച്ചോ, വച്ചോ. ചേട്ടൻ പുള്ളിക്കാരൻ്റെ വാങ്ങിച്ചിട്ടാ മതിയേ. എടോ ഈഗ ഷാജി, നീ വന്നേ. ഒരു ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്താലും. നാളെ ബാങ്കിൽ വെച്ച് ഇടപാട് തീർത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. അല്ല, നാളത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ഇടപാട് തീരും. വാ. ഇത് താൻ തന്നെ വലിച്ചോ.